മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം എന്ന ആരോപണം ഉന്നയിച്ച യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചട്ടലംഘനം നടത്തിയെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗിക വിവരങ്ങൾ പരസ്യമാക്കിയത് ചട്ടലംഘനമെന്ന് കണ്ടെത്തൽ. ഹാരിസിനെതിരെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ് ചന്ദ്രൻ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. അതിലാണിപ്പോൾ ഒരു ചട്ടലംഘനം നടത്തിയെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്നാൽ നടപടിക്ക് ശുപാർശയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൽ നിന്നും തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സംഗീത, ഡോക്ടർ ഹാരിസ് ചിറക്കല് ഫേസ്ബുക്കിൽ നടത്തിയ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ തന്നെ പ്രതികൂട്ടിൽ ആക്കിയ സംഭവമാണ്. ഇവിടെ ഉള്ള ഉപകരണങ്ങളുടെ മരുന്നുകളുടെ ഒക്കെ ക്ഷാമം അദ്ദേഹം തുറന്ന് എഴുതി. ഇത് വലിയ പ്രതിച്ഛായ നഷ്ടം തന്നെ സർക്കാരിന് വരുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നായിരുന്നു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ചട്ടലംഘനം, സർവീസ് ചട്ടലംഘനം തന്നെയാണ് ഡോക്ടർ ഹാരിസ് നടത്തിയതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല, അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതേസമയം അദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശയില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത്തരത്തിലൊരു നടപടി എടുക്കുന്നതിനെ പറ്റി നിർദ്ദേശിച്ചിട്ടില്ല. ഉപകരണങ്ങൾ വാങ്ങാനുള്ള ഫയൽ വൈകിയത് ജില്ലാ കളക്ടർ ഓഫീസിൽ നിന്നുള്ള കാലതാമസമാണ്, കളക്ടറേറ്റിൽ നിന്നുള്ള കാലതാമസമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. സൂപ്രണ്ട് ഇടപെട്ട് ഉപകരണങ്ങൾ വാങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. 2 യൂണിറ്റ് ഉപകരണങ്ങൾ ഉള്ളപ്പോഴായിരുന്നു ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. 2 യൂണിറ്റ് ഉപകരണങ്ങൾ ഡോക്ടർക്ക് ഓപ്പറേഷൻ മറ്റും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതൊന്നും കണക്കിലെടുക്കാതെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയായിരുന്നു. ഇതടങ്ങുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് കടക്കില്ല ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ആരോഗ്യവകുപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പരമാവധി താക്കീതിൽ ഒതുക്കാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും അതുപോലെ ആരോഗ്യവകുപ്പിനും ആരോഗ്യമന്ത്രിക്കും ഒക്കെ തന്നെയും അവരെ ആകെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് ഹാരിസ് ചിറക്കൽ നടത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി മാനിക്കുന്നു എന്ന തരത്തിലേക്കുള്ള നിലപാടിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി.